എല്ലാവരും നോക്കിപ്പോകുന്ന, ആരും കൊതിക്കുന്ന, നല്ല ഇടതൂർന്ന തിക്കായിട്ടുള്ള മുടി നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണല്ലേ? നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ ഹെയർ കെയർ റുട്ടീൻ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഏജിലും ഞാൻ എങ്ങനെയാണ് എന്റെ ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ഓയിൽ തേക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഹെയർ പാക്ക് ഇടുന്നത്, എങ്ങനെയാണ് ഞാൻ എന്റെ മുടി ഇത്ര നാളും ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ പറയാമോ എന്ന്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നതെന്നാണ്. ഞാനിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ചെയ്യാറുള്ളത്. ഇതിൽ ആഴ്ചയിൽ ആക്ച്വലി 2 പ്രാവശ്യം ഹെയർ പാക്ക് ഇടുകയും 2 പ്രാവശ്യം ഓയിൽ ഇടുകയും ചെയ്യുന്നതാണ്. ഇനി എനിക്ക് ചൂടാണ് ശരീരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് 3 പ്രാവശ്യം കൂടെ ഓയിൽ മാത്രം അപ്ലൈ ചെയ്യാറുണ്ട്. സോ ആഴ്ചയിൽ 3 പ്രാവശ്യം ഹെയർ ഓയിൽ ഇടുകയും 2 പ്രാവശ്യം ഹെയർ പാക്ക് ഇടുകയും ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നമ്മുടെ ശരീരം ചൂടാകുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജടാമഞ്ചിയും കരിഞ്ജീരകവും ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവും അങ്ങനെ കുറെ കീ ഇൻഗ്രീഡിയൻസ് ചേർന്ന ജടാമഞ്ചി ഓയിലാണ് ഞാൻ അന്ന് ഹെയർ കെയർ ചലഞ്ച് നിങ്ങളോട് പറഞ്ഞതിന് ശേഷം ഞാൻ തേക്കുന്നത്. മുടിയിഴകൾക്ക് പോഷണം നൽകി മുടി ശക്തവും ആരോഗ്യകരവുമായി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ജടാമഞ്ചി ഓയിൽ. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി പൊട്ടിപ്പോകുന്നത് നിയന്ത്രിക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. മുടിക്ക് നല്ല തിളക്കം തരാനും സോഫ്റ്റ് ആക്കാനും നല്ല കറുത്ത കളർ തരാനും നല്ല ഒരു ടെക്സ്ചർ തരാനും സഹായിക്കുന്ന ഒന്നാണ് ജടാമഞ്ചി ഓയിൽ. ഇതാണ് അതിന്റെ ഒരു കളർ. നിങ്ങൾക്ക് കയ്യിലെടുത്ത് വേണമെങ്കിൽ അങ്ങനെ തേക്കാം. അതിനേക്കാളും എളുപ്പം ഇതുപോലൊരു ബൗളിൽ എടുത്തിട്ട് ഫിംഗർ ടിപ്പ് കൊണ്ട് മാത്രം ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് ചൂടാക്കിയതിന് ശേഷം കൈകൊണ്ട് തന്നെ നമ്മളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതിനു മുന്നേ തന്നെ നിങ്ങൾ നന്നായിട്ട് മുടിയുടെ ചെടയൊക്കെ കളഞ്ഞ് തലയോട്ടിയെ, അതായത് സ്കാൽപ്പിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മൾ തേക്കുന്ന എണ്ണ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അബ്സോർവ് ചെയ്ത് നമ്മളുടെ മുടിയുടെ രോമകൂപങ്ങളെ വളരാനായിട്ട് ഉത്തേജിപ്പിക്കുന്നത്. എന്നിട്ട് മാത്രമേ എണ്ണ തേക്കാവുള്ളൂ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുഖത്തിന്റെ ചുളിവുകൾ മാറാനും മുഖത്തിലോട്ട് രക്തയോട്ടം കൂടാനും മുഖപ്രസാദത്തിനും മുഖകാന്തിക്കും ഒക്കെ നല്ലതാണ്. അത് കഴിഞ്ഞ് വേണം നിങ്ങൾ എണ്ണ തേക്കാനായിട്ട്. നിങ്ങൾ അത് കഴിഞ്ഞ് മുടി ഒന്ന് ചീകി കൊടുക്കുന്നതും വളരെ നല്ലതാണ്. എപ്പോഴും ഓർക്കുക, മുടി ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും കോംബ് ചെയ്ത് കൊടുക്കുന്നത് മുടിക്ക് രക്തയോട്ടം കൂടാൻ നല്ലതാണ്. അത് കഴിഞ്ഞ് ജടാമഞ്ചി ഓയിൽ ഒരു ഫില്ലർ ഉണ്ടെങ്കിൽ ഫില്ലറിലെടുത്ത് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഒഴിച്ച് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വേണം നമ്മൾ തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഇങ്ങനെ എല്ലാ ഭാഗവും നോക്കി വളരെ കെയർഫുൾ ആയിട്ട് മുടി ഇങ്ങനെ വകർന്ന് നമ്മൾക്ക് എവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ടോ അവിടെയൊക്കെ കണ്ടുപിടിച്ച് എണ്ണ തേച്ച്, തല റൈറ്റ് സൈഡ് ആണ് തേക്കുന്നതെങ്കിൽ ആ സൈഡിലോട്ട് നന്നായിട്ട് സ്ലാൻഡിങ് ആയിട്ട് ചരിച്ചു പിടിച്ച് മുടി നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ 2 പ്രയോജനമാണ്. ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ സ്കാൽപ്പിലേക്ക് കൂടുകയും ആ എണ്ണയും നമ്മുടെ കൈയും കൂടെയുള്ള ഫ്രിക്ഷൻ, തലയോട്ടിയും കൈയും കൂടെയുള്ള ഫ്രിക്ഷനിൽ എണ്ണ ചൂടായി പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിലേക്ക് അബ്സോർവ് ആകാൻ സഹായിക്കുന്നതും കൂടിയാണ്. അതുപോലെ ടെമ്പിൾ ഏരിയയിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യാൻ മറക്കരുത്. നെറ്റി കൂടാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. നമ്മളുടെ കെയർ ആണ് നമ്മളുടെ മുടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരവും ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഒരിക്കലും മറക്കരുത്. കുറച്ച് ക്ഷമയോടെ, എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിലത്തിരുന്ന് ചമ്രം പടഞ്ഞിരുന്ന് വേണം തലയിൽ എണ്ണ തേക്കാൻ എന്ന് പറഞ്ഞ പോലെ വളരെ ക്വയറ്റായിട്ട് കാമായിട്ട് ഇരുന്ന് റിലാക്സ് ആയിട്ട് എണ്ണ തേക്കുക. മെന്റൽ പ്രഷറും കൂടെ കുറയുന്നതാണ്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മുടി വളരുന്നത്. ഏത് സൈഡിലാണോ എണ്ണ വെക്കുന്നത് ആ സൈഡിലോട്ട് തല നന്നായിട്ട് ചരിച്ചു പിടിച്ച് തന്നെ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കാൻ ഒരിക്കലും മറക്കരുത്. അല്ലാതെ ചുമ്മാ എണ്ണ കുറച്ച് തലയിൽ കയറ്റി വെച്ചു ഉടനെ പോയി കഴുകുക, അങ്ങനെ ചെയ്ത് ഒരിക്കലും നഖം കൊണ്ട് ചെയ്യരുത്. ഫിംഗർ ടിപ്സ് കൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ. നഖം കൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രിക്ഷൻ ഉണ്ടാകുകയും മുടി പൊഴിയുകയും ചെയ്യും. എന്നിട്ട് മുടി കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നത് സ്ട്രെസ് റിലീഫിനും നിങ്ങൾക്ക് രക്തയോട്ടം കൂടാനും മുടിയുടെ ഫോളിക്കിൾസിന് നല്ല ബലം കിട്ടാനും ഒക്കെ നല്ലതാണ്. എന്നിട്ട് മുടി ഇങ്ങനെ കെട്ടിവെച്ച് ഒരു 2 hours നിങ്ങളുടെ തലയിൽ എണ്ണ വെച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ പാക്ക് ഇടാനാണ് പോകുന്നത്. നമ്മുടെ വിഭൂതി സ്റ്റോറിലുള്ള ഹെയർ പാക്ക് ആണ്, ഹെർബൽ ഹെയർ പാക്ക് ആണ്. ഇതില് ചെമ്പരത്തി, റോസ് ഫ്ലവർ,
കുറേ ഇൻഗ്രീഡിയൻസ്, സിഗാക്കായ്, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർന്ന ഒരു ഹെയർ പാക്കാണ്. വളരെ മൈൽഡായും എഫക്റ്റീവ് ആയിട്ടുമുള്ള ഒന്നാണ്. ഇത് വെള്ളത്തിലോ തൈരിലോ ഉഴുന്നിലോ അല്ലെങ്കിൽ മുട്ടയിലോ ഒക്കെ നമ്മൾക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഹെയർ പാക്ക് ഇടുമ്പോൾ കോൾഡ് പിടിക്കാതിരിക്കാനായിട്ട് ഒരു ചെറിയ സൂപ്പാണ് കുടിക്കുന്നത്, മട്ടൺ സൂപ്പാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. പെപ്പർ ഇട്ടതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ തല നന്നായിട്ട് വകർന്നു കൊടുത്ത്, എണ്ണയും കൂടെ തേച്ച കാരണം എളുപ്പമാണ് നമുക്കിങ്ങനെ വകർന്നെടുക്കാൻ. ഇങ്ങനെ വകർന്നെടുത്ത് മൊത്തം സ്കാൾപ്പിലും നമ്മളുടെ ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഹെയർ പാക്കിൽ ഒരുപാട് ഹെർബ്സ്, ചെറിയ ചെറിയ ചെടികൾ, പൂക്കൾ എല്ലാം കൂടെ ചേർന്ന പൊടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ആഴത്തിലുള്ള പോഷണം മുടിക്ക് നൽകുകയും പ്രകൃതിദത്തമായ സസ്യങ്ങൾ ചേർന്നത് കൊണ്ട് മുടിയെ മൃദുവാക്കിയും സോഫ്റ്റ് ആക്കിയും ആരോഗ്യകരമായി ഹെൽത്തി ആക്കിയും നിർത്താൻ സഹായിക്കുന്നതാണ്. തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അധികം എണ്ണ, അഴുക്ക് എന്നിവ നീക്കി ശുദ്ധമായ തലയൊട്ടി, സ്കാൾപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ്. മുടിക്ക് നല്ല തിളക്കം തരാനും സ്മൂത്ത് ടെക്സ്ചർ തരാനും വരണ്ടതും പരുക്കനുമായ മുടിക്ക് മൃദുത്വം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഹെയർ പാക്ക്. മുടിയുടെ വരൾച്ചയും ഒക്കെ മാറ്റി, താരനെയൊക്കെ മാറ്റി, നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റുന്നതാണ്. മുടിയിലും കൂടെ തേക്കാൻ ഒരിക്കലും മറക്കരുത്. തലയോട്ടിയിൽ മാത്രമല്ല, ഹെയറിലും കൂടെ തേക്കുമ്പോഴാണ് മുടിക്ക് ഒരു സിൽക്കി ടെക്സ്ചർ വരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ലേഡീസ് ഫിംഗർ കണ്ടീഷണർ തേച്ചാലും നല്ല സിൽക്കി ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് കുളിക്കുന്നത്. അത് ഇനി ഒരു ദിവസം കാണിക്കാം. വെയിറ്റ് ചെയ്യുക ഒരു 40 മിനിറ്റ്, അത് കഴിഞ്ഞ് കുളിക്കുക. നിറയെ പേർക്കും അറിയത്തില്ല രാവിലെയാണോ വൈകുന്നേരമാണോ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഏത് സമയത്താണ് ഓയിൽ അപ്ലൈ ചെയ്യുക? ഏറ്റവും നല്ലത് ഒരു ബിഫോർ 12 o'clock ഒക്കെ ഓയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 PM മുന്നേ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്നതാണ് നല്ലത്. നീരിറക്കമൊക്കെ ഉണ്ടാകാതിരിക്കാൻ അത് വളരെ നല്ലതാണ്. ഇനി നമ്മൾ എന്തിനാണ് തലയിൽ ഓയിൽ ഇടുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മൾ ഹെയർ ഓയിൽ തലയിൽ ഇടുന്നതുകൊണ്ട് നമ്മളുടെ സ്കാൾപ്പിനെ ലൂബ്രിക്കേറ്റ് ചെയ്ത് പ്രോട്ടീൻ ലോസിനെ, അതായത് കെരാറ്റിൻ ലോസിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ എണ്ണ തേക്കുന്നത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സർക്കുലർ മോഷനിൽ നമ്മളുടെ ഹെഡ്, സ്കാൾപ്പ് ഒരു സൈഡിലോട്ടൊക്കെ തല ചെരിച്ച് പിടിച്ചൊക്കെ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൾപ്പിലേക്ക് കൂടുകയും ഹെയർ ഫോളിക്കിൾസിനെ അത് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുകയും ഹെയർ പെട്ടെന്ന് നീളം വയ്ക്കുകയും ഹെയർ പൊഴിയാതിരിക്കുകയും തിക്കായിട്ടുള്ള ഹെയർ വരികയും ഒക്കെ ചെയ്യുന്നതാണ്. ഇനി രാവിലെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ തല അധികം വിയർക്കുന്നതിന് മുന്നേ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ തലയിലോട്ടുള്ള സെബം പ്രൊഡക്ഷനെയൊക്കെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എണ്ണ തേച്ചിട്ട് ഹെയർ പാക്ക് ഇട്ട് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ സ്കാൾപ്പിനെ ഒന്നും കൂടെ ക്ലിയർ ആക്കി സ്കാൾപ്പിലുള്ള എക്സസ് ഓയിലിനെയൊക്കെ നമ്മൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമുക്ക് താരൻ എന്ന് പറഞ്ഞൊരു സാധനം തലയിൽ വരില്ല. കാരണം അത്രയ്ക്ക് നമ്മളുടെ സ്കാൾപ്പ് ക്ലിയർ ആയിരിക്കും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും സ്കാൾപ്പ് ക്ലിയർ ആക്കി കുളിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം പായ്ക്കിടുക, അല്ലെങ്കിൽ 2 ദിവസം പായ്ക്കിടുക. ഒരു ദിവസം ഓയിൽ മാത്രം, എണ്ണ മാത്രം അപ്ലൈ ചെയ്ത് കുളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഷിഗാക്കായ് ഷാമ്പൂ അതുപോലെ എന്തെങ്കിലും വെച്ച് തല കഴുകുന്നത് നമ്മളുടെ മുടിയുടെ ആരോഗ്യത്തിനും സ്കാൾപ്പിൻ്റെ ആരോഗ്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ലോസ് വരാതിരിക്കുക, അതായത് കെരാറ്റിൻ ലോസ് വരാതിരിക്കുക, അതുപോലെ തന്നെ ഹെയർ പൊഴിയാതിരിക്കുക, താരൻ വരാതിരിക്കുക. മുടിയുടെ സ്കാൾപ്പിൻ്റെ വൃത്തി നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയൊക്കെ സഹായിക്കുന്നതാണ്. രാത്രിയിൽ ഹെയർ ഓയിൽ മസാജ് ചെയ്തിട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്തും കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. കാരണം നമ്മളുടെ സ്ട്രെസ്സിനെ കുറച്ചൊന്ന് റിലീസ് ചെയ്യാൻ നമ്മൾക്ക് സഹായിക്കും മസാജ് കൊണ്ട്. നല്ല ഉറക്കം വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഹെയറിനെ കണ്ടീഷണർ ഇട്ട പോലെ ഒന്ന് സ്മൂത്ത് ആക്കാനും ചെട പിടിക്കാതിരിക്കാനും നമ്മളുടെ സ്കാൾപ്പ് ഡ്രൈ ആകാതെ കുറേ നേരം നമ്മളുടെ സ്കാൾപ്പിൽ എണ്ണ നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ സ്കാൾപ്പിൻ്റെ മോയ്സ്ചറിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ രാത്രിയിൽ എണ്ണ തേച്ച് കിടന്നിട്ട് രാവിലെ കുളിക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച്, സൈനസൈറ്റിസിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ ബോഡിയിൽ എത്രയുണ്ടെന്നുള്ളതനുസരിച്ച് വേണം നിങ്ങളത് തിരഞ്ഞെടുക്കാൻ. എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. എനിക്ക് പറ്റും. ഞാൻ രാത്രി മൊത്തം എണ്ണ തേച്ചിട്ട് രാവിലെ കുളിക്കുന്നതാണ്. ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് തേച്ച് ഞാൻ, എന്നിട്ടും ഒരു 2 മണിക്കൂർ ഇരുന്നിട്ടാണ് ഹെയർ പാക്ക് തേച്ചത്. അത് കഴിഞ്ഞ് ഞാൻ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഹെയർ പാക്ക് കഴുകിക്കളഞ്ഞത്. ഹെയർ പാക്ക് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ വെള്ളത്തിലാണ് വീഡിയോയുടെ ഈസിക്ക് വേണ്ടി ഇട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഇടുന്ന പഴയ നൈറ്റിയൊക്കെ ഇട്ട് തൈരോ അല്ലെങ്കിൽ നമ്മളുടെ ഉഴുന്നുമാവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മുട്ടയുടെ വെള്ളയോ ഒക്കെ നമ്മളെ ഹെയർ പാക്ക് മിക്സ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളിടുന്ന ഡ്രസ്സ് അതുപോലെ ആയിരിക്കണം. വീഡിയോയിൽ അങ്ങനെ പ്രസൻറ്റബിൾ അല്ലാതിരിക്കാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളം ഓപ്റ്റ് ചെയ്ത് റോസ് വാട്ടർ വെച്ച് കുഴച്ചിടുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും വെച്ച്
നമ്മളുടെ ഹെയർ പാക്ക് ഇടുന്നത് നമ്മളുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും ഹെയറിൻ്റെ ആരോഗ്യത്തിനും തിക്കായിട്ട് ഹെയർ വരുന്നതിനും ഹെയർ പൊഴിയാതിരിക്കാനും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, മുടി നമ്മൾ ജനിച്ചപ്പോൾ മുതലുണ്ടാകുന്ന അല്ലെ 10 വർഷം മുന്നേ ഉള്ള മുടി അങ്ങനെ തലയിൽ നിൽക്കില്ല. കുറച്ച് സർട്ടൺ പീരീഡ് കഴിയുമ്പോൾ എല്ലാ മുടിയും പൊഴിഞ്ഞു പോയിട്ട് പുതിയ പുതിയ മുടികളാണ് കിളുക്കുന്നത് മനസ്സിലാക്കുക. ഏകദേശം ഒരു 100ഓളം മുടി നമ്മൾക്ക് പൊഴിയുന്നത് നാച്ചുറൽ ആണെന്ന് മനസ്സിലാക്കുക. അതൊരു വലിയ ഹെയർ ഫാൾ ആയിട്ട് കാണേണ്ട ഒരു കാര്യവുമില്ല. ഹെയർ നമ്മൾക്ക് ചിലർ പറയത്തില്ല ചീകുമ്പോൾ പൊഴിയുന്നു അല്ലെങ്കിൽ കുളിക്കുമ്പോൾ അതൊക്കെ നോർമൽ ഹെയർ ഫാളാണ്. അല്ലാതെ ഇങ്ങനെ നമ്മൾ പോകുന്നിടത്തെല്ലാം മുടി പൊഴിഞ്ഞ് തറയിൽ കിടക്കുക, അതൊക്കെയാണ് വളരെ സിവിയർ ആയിട്ടുള്ള ഹെയർ ഫാൾ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക ഹെയർ ഫാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഹെയർ ഫാൾ ഉണ്ടെന്നും പറഞ്ഞ് മുടി പൊഴിയുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് സ്ട്രെസ്സാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മുടി പൊഴി. ഈ സ്ട്രെസ്സ് മുടി പൊഴിച്ചിന് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഫുഡ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യാം. ഇന്ന് ഞാൻ കുടിച്ച പോലെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് നമ്മൾക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ 1 or 2 ഇതുപോലത്തെ ന്യൂട്രീഷ്യസ് ഡ്രിങ്ക് ഞാൻ എടുക്കാറുണ്ട് ഡെയിലി. അതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പോൾ പിന്നെ രാവിലെയാണോ ആഫ്റ്റർനൂൺ ആണോ രാത്രി എണ്ണ തേക്കുന്നതാണോ ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ വിചാരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹെയർ ഓയിലാണ്. ഇപ്പോൾ ആംല ഓയിലൊക്കെയാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ സന്ധ്യയ്ക്ക് മുന്നേ തേച്ചിട്ട്, നിങ്ങൾക്ക് സൈനസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഭയങ്കര ചൂട് ശരീരമാണ്, പിത്തമൊക്കെയുള്ള ശരീരമാണെന്നുണ്ടെങ്കിൽ രാത്രി മൊത്തം നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ജഡാമഞ്ചിക്കകത്ത് നമ്മൾ കോൾഡ് വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ ജലദോഷം വരാതിരിക്കാനുള്ള നീരിറക്കം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടാണ് അതിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഓയിലായിട്ട് എത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് രാത്രി മൊത്തം ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, സിവിയർ സൈനസൈറ്റിസ് ഇല്ല, ആസ്മ ഇല്ല, അങ്ങനത്തെ കുറേ അസുഖങ്ങളുള്ളവരെ നമ്മളിതിനകത്ത് പെടുത്താറില്ല. അല്ലാതെ നോർമലായിട്ടുള്ളവർക്ക് അത് ഇടുന്നതിനൊരു കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മോർണിംഗ് ആണോ ആഫ്റ്റർനൂൺ ആണോ നൈറ്റ് ആണോ ഓവർനൈറ്റ് ആണോ നല്ലതെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എല്ലാവരുടെയും ശരീരം ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ നമ്മളുടെ കണ്ടീഷൻ, ഹെയർ കണ്ടീഷനും നമ്മളുടെ ബോഡി കണ്ടീഷനും സ്കിന്നിൻ്റെ കണ്ടീഷനും ഡിഫറൻ്റ് ആയിരിക്കും. ഒരമ്മയുടെ മക്കൾക്ക് പോലും ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കണ്ടുപിടിക്കുക ഏതൊക്കെ ദിവസമാണ് എണ്ണ തേച്ച് കുളിക്കാനുള്ള ദിവസം നിങ്ങൾ ചാർട്ട് ചെയ്യുക. ഇവിടൊക്കെ പറയുന്നത്, തമിഴ്നാട്ടിലൊക്കെ പറയും ബുധനാഴ്ചയും ശനിയാഴ്ചയും എണ്ണ തേച്ച് കുളിച്ചാൽ, ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് തലയ്ക്കും ദേഹത്തിനും വളരെ നല്ലതാണെന്നുള്ളത്, ബോഡിക്കും. അപ്പോൾ ആ സമയങ്ങളിലാണ് ശരീരം കൂടുതൽ ചൂടാകുന്ന, അന്തരീക്ഷ ഊഷ്മാവ് കൂടുതലുള്ള സമയമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം കണ്ടുപിടിക്കുന്ന വളരെ, എസ്പെഷ്യലി ഇവിടെയുള്ള ആൾക്കാർ ശനിയാഴ്ച ഒരുപാട് എണ്ണ വെച്ച് സിഗാക്കയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഹെയർ പാക്കൊക്കെ ഇട്ട് ബോഡി പാക്കൊക്കെ ഇട്ട് വളരെ ലാവിഷായിട്ട് കുളിക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ. നലങ്കുമാവൊക്കെ ഇട്ട് അത് ഭയങ്കര നല്ലതാണ്. അതൊക്കെ ഒരു ഡിസിപ്ലിനാണ് ലൈഫിൽ. നമ്മൾ വിചാരിക്കും സ്കിൻ കെയർ ആണ്, ഹെയർ കെയർ ആണ്, അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണമാണെന്നൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ടുള്ള ഒരു നല്ല കാര്യങ്ങളാണ്. നമ്മൾക്ക് ആ സമയത്ത് കുളിക്കണം എന്നുള്ള ഒരു മാസം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ നമ്മളുടെ ബോഡിയും നമ്മളുടെ മൈൻഡും അത് ചോദിക്കും, നമ്മൾ അത് കേൾക്കും. എനിക്ക് കുളിക്കണമല്ലോ, ഈ സമയത്ത് എന്തോ ഒരു ഇറിറ്റേഷൻ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കും ഓക്കെ ഞാൻ കുളിച്ചിട്ടില്ല. സോ ഇതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പരിധി വരെ നമ്മുടെ ഹെയറിൻ്റെ സൗന്ദര്യവും മുഖത്തിൻ്റെ സൗന്ദര്യവും നമ്മളുടെ ഏജിനെ ബാക്കിലോട്ട് ഒരു 15-20 വയസ്സ് ബാക്കിലോട്ട് പിടിച്ചു നിർത്താനും ഒക്കെ സഹായിക്കും. ഇനി നിങ്ങൾ വിചാരിക്കും ഇപ്പം എനിക്ക് ഫൈൻ ലൈൻസ് വീണല്ലോ, എന്താ ചെയ്യുക? ദാറ്റ് ഈസ് ഫൈൻ, നോ പ്രോബ്ലം. അതിനെ നമ്മൾക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും, കൂടുതൽ വരാതെ നോക്കാൻ പറ്റും. അതാണ് പ്രാക്ടിക്കലായിട്ടുള്ള നമ്മളുടെ തോട്ട്സ് ആകേണ്ടത്. അതുപോലെ ഒരു സെൽഫ് കെയർ ഡേ എന്ന് പറഞ്ഞൊരു 15 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ കാലൊക്കെ വൃത്തിയാക്കുക, നഖമൊക്കെ വൃത്തിയാക്കുക, കൈകളൊക്കെ വൃത്തിയാക്കുക. അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം തരുന്നതാണ്. നമ്മൾക്ക് ഏജ് ആവുന്ന കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ കയ്യിലോട്ട് നോക്കി ഇങ്ങനെ നോക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും അല്ലേ? ഒരുപാട് പേരെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെയും തരണം ചെയ്യാനായിട്ട് നമ്മളുടെ കൈയും കഴുത്തും ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാ ദിവസവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി, അതായത് വിടാമുയർച്ചി അല്ലെങ്കിൽ നിരന്തരമായ പരിശ്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കാര്യത്തിനും. നമ്മൾക്ക് മടിയാണ്, ആ മടി നമ്മൾക്കൊരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ ക്യാരക്ടറായി മാറും, അത് നമ്മളുടെ സ്വഭാവമായി മാറും, നമ്മുടെ സ്ഥായി സ്വഭാവം മടിയായി മാറും. അങ്ങനെ ഇരിക്കുന്നതാണ് നല്ല ബ്രിസ്കായിട്ടിരിക്കണം. നമ്മളെപ്പോഴും ഒഴിഞ്ഞു തൂങ്ങി ഒരു മൂലയിലിരുന്ന് അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരുന്ന് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ സീരിയലൊക്കെ കണ്ട് TV ഒക്കെ, അതിനൊക്കെ ഒരു പ്രത്യേക സമയം വെക്കുക. എന്ന് വെച്ച് അക്കോർഡിംഗ് ടു ദ ടൈം മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ടൈമാണ്, എൻജോയ്, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും ഒന്ന് ഷോപ്പിങ്ങിന് പോവുക,
നടക്കാൻ പോവുക, പാട്ട് കേട്ട് നടക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ലൊരു ഹെഡ്സെറ്റ് വാങ്ങിക്കുക, കാതിനകത്ത് വെക്കുന്ന ഇതിനെങ്ങനെ ബഡ്സ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഓവർ ഹെഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് വാങ്ങിച്ച് സൂപ്പറായിട്ട് നടന്ന് വാക്കിങ് ചെയ്യുക. അതൊക്കെ ഒരു ഭയങ്കര ലൈഫ് സ്റ്റൈലാണ്. അങ്ങനെ ജീവിക്കുന്നതും ഒരു സ്മാർട്ട് വേ ഓഫ് ലൈഫാണ്. ലൈഫ് എന്ന് പറയുന്നത്, ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ ഒരു ബുക്കുണ്ട് ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞത്, നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. എല്ലാവർക്കും പറ്റില്ല, പറ്റുന്നവർ വായിച്ചു നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ കുറേശ്ശെ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ചിട്ടപ്പെടുത്തി കൊണ്ടുപോവുക. ഞാൻ വെറും ഒരു ഹൗസ് വൈഫാണ് എന്ന് പറയാതിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഇല്ല. ആരോ ഒരു ഈസിക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒരു വേർഡാണത്. നമ്മളില്ല ഹൗസ് വൈഫായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നത്, നമ്മൾ വീട്ടിൽ ഇരുന്ന് എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ ആ ആളില്ലാതെ ആ വീട് ഫങ്ഷൻ ആവത്തില്ല. അതുകൊണ്ട് ഒരു വീടിൻ്റെ സൂര്യൻ എന്ന് പറയുന്നത് ആ വീട് ആര് നിയന്ത്രിക്കുന്നോ അവരാണ്. അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആണുങ്ങൾ പാചകം ചെയ്യുന്നവരുമൊക്കെ ഉണ്ട്. ഹാപ്പി ഫോർ ദാറ്റ്, അല്ലേ? ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെയൊന്നും കാലത്ത് അങ്ങനൊന്നും ഒരു സംഭവമേ ഇല്ല, അല്ലേ? ആണുങ്ങൾ ചൂല് തുടരുതെന്നൊക്കെ എൻ്റെ അമ്മുമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ കുറേ നാൾ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്നൊക്കെ വെളിയിൽ വന്നത് നമ്മൾ പുറത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോഴും പുറത്ത് പഠിക്കാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി. അത് അവരുടെ രീതിയിൽ അവരുടെ കാലത്ത് അത് വളരെ നല്ലത്. അതും ഒരു ടൈപ്പ് ഓഫ് ഡിസിപ്ലിനാണ് കേട്ടോ. അവിടെയും കുറേ ഡിസിപ്ലിനാണ്. നമ്മൾ സൊസൈറ്റിയിൽ കുറച്ച് അച്ചടക്കത്തോടെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഡിസിപ്ലിനാണ് അവിടെ പഠിക്കുന്നത്. സോ ഇതെല്ലാം നോർമലി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവാണ് എന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. എവിടെ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ മൊത്തം കണ്ടിട്ട് ഡൗട്ട് ചോദിക്കുക. കുറച്ച് ഭാഗം കണ്ടിട്ട് മാത്രം ഡൗട്ട് ചോദിക്കുമ്പോൾ വീഡിയോ ചെയ്താൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അത്ര ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കൂടെ എന്നെയും കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടുമായി കാണാം. ടേക്ക് കെയർ.